ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഔട്ട് ഓൺ ട്രിപ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഡേ 4. ഞാൻ രാവിലെ ഇറങ്ങിയിട്ടുള്ളൂ. ഇപ്പോൾ സമയം 8:30 ബാക്കിയുള്ളൊരു ഉറക്കത്തിലാണ്. രാഹുലിന് ബലിയിടാനുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ രാഹുലും കൂടി മാത്രം ഉറങ്ങി. കുണുവിന് പനി മാറിയപ്പോൾ അടുത്ത സാധനം പിടിച്ച് വയറിളക്കം ഉദ്ദേശിക്കുകയാണ്. ഓരോന്ന് പണി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെ തന്നെ ഒരു 5 മണി മുതൽ ഈ 8:30 വരെ ഇടയിൽ ഒരു 10-15 പ്രാവശ്യമെങ്കിലും പോയിട്ടുണ്ട് ബാത്റൂമിൽ. അപ്പോൾ ഫസ്റ്റ് ബലിയിട്ട് കഴിഞ്ഞിട്ട് മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ലൂസ് മോഷൻ്റെ ഒരു ടാബ്ലറ്റ് എന്തെങ്കിലും മേടിച്ച് കൊടുക്കണം. ബലിതർപ്പണത്തിന് വേണ്ടി വന്നേക്കുന്ന ആളുകളുണ്ടോ? കുറച്ചാളുകളുള്ളൂ. എൻ്റെ പൊന്നോ, ഇവിടെ മുട്ടടിക്കൊണ്ടിരിക്കുന്നു ഓരോരുത്തരുടെ. നല്ല തിരക്കായിട്ട് റിസർച്ച് ഇതിൽ. അങ്ങനെ ബലിയെല്ലാം കഴിഞ്ഞ് തിരിച്ച് റൂമിലേക്ക് പോകുന്നു. അപ്പോൾ അവിടെ അടുത്ത് എവിടെയെങ്കിലും മെഡിക്കൽ ഷോപ്പിൽ കയറിയിട്ട് കുണുവാവക്കുള്ള ലൂസ് മോഷൻ്റെ ഗുളിക മേടിക്കണം. പിന്നെ ഇന്ന് രാത്രി ഇവിടെ ശിവരാത്രിയാണ്. അപ്പോൾ കുറച്ച് സംഭവങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇന്ന് പൊളിക്കാൻ വേണ്ടി. ഇന്ന് പുളിപ്പ് അവറായിരിക്കുള്ളൂടാ, അത് കാണിച്ചു തരാം. കുറച്ച് സ്പീക്കേഴ്സ് വെച്ചിട്ടുള്ള പൊളിക്കാനായിട്ട്. 2 സൈസ് സ്പീക്കറിൻ്റെയൊക്കെ. ഇതടുത്ത സ്പീക്കർ തൊട്ടപ്പുറത്തേന് പൊളി വേറെ അപ്പുറത്തെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. പൊളിയോട് പൊളി. ഇന്ന് പൊളിപ്പ് അവറാണ്. പിന്നെ ഇന്ന് ഗട്ടുകളിൽ ഉള്ള അമ്പലങ്ങളിൽ ബാംഗ്ലസ് ഫ്രീ ആണ്. അപ്പോൾ അടിച്ച് കിളി പോകരുതെന്ന് ഓൾറെഡി വാണിംഗ് കൊടുത്തിട്ടുണ്ട് പിള്ളേർക്ക്. മെഡിക്കൽ ഷോപ്പൊന്നും തുറന്നിട്ടില്ല. ഇവിടെ എല്ലാ മെഡിക്കൽ ഷോപ്പും ഇന്ന് തുറക്കുമ്പോൾ 12 മണിയാവുള്ളൂ. അപ്പോൾ കുണുവാവിന്ന് ബാത്റൂമിൽ തന്നെ ഇരിക്കുള്ളൂ. പിന്നെന്താണ് ഇവിടെ രാവിലെ തന്നെ പ്രഭാഷണം വിത്ത് DJ ആണ്. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും റൂമിൽ തന്നെ ആയിപ്പോയി. ഇപ്പോൾ സമയം ഏതാണ്ട് 3 മണി. ലഞ്ച് കഴിച്ചിട്ടില്ല. നേരെ പോകുന്നത് മണികർണിക ഘട്ടും പിന്നെ തൊട്ടടുത്ത് തന്നെ ഒരു ടെമ്പിളുണ്ട്. അപ്പോൾ ആ ടെമ്പിളിലേക്കും കൂടിയാണ് പോണത്. കുണുവിന് ലൂസ് മോഷനും പനിയുമാണ്. പിന്നെ അലനും വിജയ്ക്കും പനിയടിച്ച്. രാഹുലിന് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ അവനവിടെ തന്നെ റൂമിൽ തന്നെ ഇരുന്നു. ബാക്കിയുള്ളവരെല്ലാവരും ഉറപ്പം. അത് ഞാൻ നേരെ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. നമ്മളങ്ങനെ മണിക്കരൻകെട്ടിലെത്തി. ഈ കാണുന്നതാണ് മണിക്കരൻകെട്ട്. അവ ഇതിൻ്റെ ഉള്ളിലും പുറത്തുമായിട്ട് 24 മണിക്കൂറും ശവം ദഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണിത്. മണികർണിക ഘട്ട്. അല്ലെങ്കിൽ എനിക്ക് ഈ മണിക്കരനിട്ട് വന്ന വയലോട്ട്. പിന്നെ പോണില്ല. മണികർണിക ഘട്ട്. അപ്പോൾ നമുക്ക് മണികർണിക ഘട്ടിൻ്റെ പുറത്തുള്ള വിശേഷങ്ങൾ ആദ്യം കാണാം. എന്നിട്ട് അകത്തേക്ക് കയറാം. മണികർണിക ഘട്ടിൽ കയറാനും ക്യൂ ഉണ്ടെന്ന് തോന്നുന്നു. സോറി
ഇവിടെ 1, 2 മേളിലൊക്കെ ഇട്ട് കത്തിക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുമ്പോ മാംസം വേവുന്ന മണം നമുക്ക് ഇപ്പോഴും കിട്ടും. ഇതിലാപ്പുള്ള മുഖം കാണാൻ പറ്റും. ദഹിപ്പിക്കുന്ന മുഖം കാണാൻ പറ്റും. ഇതിൽ മുഖം മാത്രം പുറത്ത് വെച്ചിട്ടാണ് ദഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മുഖം കാണാൻ പറ്റണ മണികർണിക വീട്ടിൽ അധികം നേരം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഫുള്ള് പുകയും നല്ല ചൂട് ഈ ശവം ദഹിക്കുന്നതിൽ. അപ്പോൾ അവിടെ നിന്ന് നേരെ അടുത്ത ടെമ്പിളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ആ ടെമ്പിൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ കാണിച്ചു തരാം. അതവിടെ ചെയ്യേണ്ട ബാക്കി വിശേഷങ്ങൾ പറയാം. ഇതാണ് അമ്പലം. വിശ്വനാഥ് കാശി ടെമ്പിൾ 1825 പണിത അമ്പലമാണിത്. നാഗര സ്റ്റൈലിലാണിത് പണിതേക്കുന്നത്. ചരിഞ്ഞ ഗോപുരം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പിസാ ഗോപുരമേ ഓർമ്മ വരുള്ളൂ. പിസാ ഗോപുരം 4 മീറ്റർ ചരിവുള്ളൂ. ഇതിന്റെ ചരിവ് 9 മീറ്ററാണ്. പിസാ ഗോപുരത്തിനേക്കാൾ 20 മീറ്റർ ഹൈറ്റും ഉണ്ട് ഇതിന്. ഇതൊരു പ്രളയത്തിൽ ഇരുന്നു പോയതാണ് ഈ അമ്പലം. ഈ അമ്പലം മാത്രമല്ല, ഈ ഗട്ടിന്റെ ബൗണ്ടറി തിരിച്ചേക്കണ ഈ ഒരു കല്ലുകൾ വരെ ചരിഞ്ഞാണ് പോയേക്കുന്നത്. കണ്ട ചരിഞ്ഞിരിക്കണ അത് ഈ കല്ല് കണ്ട എല്ലാം ചരിഞ്ഞേക്കണം. जाने का कोई मतलब नहीं। राम नाम सत्य है, राम नाम सत्य है, हरि का नाम सत्य है, हरि का नाम सत्य है, सत्य है। സൈഡിലേക്ക് ഊന്നിക്കണ കാശി വിശ്വനാഥ് ടെമ്പിളിലേക്ക് ദർശനത്തിന് വേണ്ടി ഊന്നിക്കുന്ന ആൾക്കാരാണ്. ചെറിയ ക്യൂ. ഞാൻ നോക്കിയിട്ട് ഏതാനും 2 കിലോമീറ്ററോളം ഇപ്പൊ ക്യൂ ഞാൻ കണ്ട്. അതൊക്കെ നാളെ രാവിലെ ഇരിക്കും ദർശനം കിട്ടുന്നത്. ഫ്രീ ഫുഡ് കിട്ടുന്ന സ്ഥലമുണ്ടാണ്. അതാണ് ഇത്രയും തിരക്ക്. പിന്നെ ഫ്രീ ലസ്സി കിട്ടുന്ന സ്ഥലം കയറിയുണ്ട്. ഞാൻ ഒരെണ്ണം കണ്ടായിരുന്നു ഫ്രീ ലസ്സി കിട്ടുന്ന സ്ഥലം. എടുക്കാൻ പറ്റില്ല. അവിടെ നിറച്ച് പോലീസുകാരാണ്. ലസ്സി പോലീസുകാർക്ക് അടിക്കുന്നിടത്ത് ബാങ്ക് ലസ്സി. പൊന്മാനെ കൂടാതെ എന്ത് കിലോന്നറിയാൻ പോലെ.
അലന്റെ പനി മാറിയിട്ടുണ്ട്. കുണുവിന്റെ പനിയും വലിയ കുഴപ്പമില്ല. പക്ഷെ കുണു വന്നാലും മരിക്കാറായി. അതുകൊണ്ടൊക്കെ കുണുവിനെ കുടത്തി കൊണ്ടുകൊണ്ട് വരും. വിജയുടെ പനി മാറിയിട്ടില്ല. ബാക്കി എല്ലാവരും ഓക്കെ ആയതുകൊണ്ടൊക്കെ കുണുവൊക്കെയല്ലേ. ഒരു സൗണ്ട് വരില്ല പുറത്തേക്ക്. അങ്ങനെ എല്ലാവരും റെഡി ആയിട്ട് ഇറങ്ങി. വിജയ് മാത്രം ഇറങ്ങിയില്ല. വിജയ് ഒന്നും മേല കഴിയായിട്ട് പയ്യെ സാവധാനത്തിൽ ഇറങ്ങാൻ തോന്നി. അപ്പൊ ഇപ്പൊ സമയം 5:35. നമുക്കൊന്ന് പോട്ടെ മലയാളികളുടെ തുള്ളൊന്ന് കാണിച്ചു കൊടുക്കുക. അവിടെ എല്ലാവരും വേഷം കെട്ടതുള്ള തുള്ളിക്കൊണ്ടിരുന്നത്. നമുക്കൊന്ന് മലയാളികളുടെ തുള്ളൊന്ന് കാണിച്ചു കൊടുക്കുക. കുണിസാമിക്കാണെങ്കിൽ കുറച്ച് ആരോഗ്യം വെച്ചെങ്കിൽ പൊളിച്ചാൻ അവന്മാരെയൊക്കെ. കുണിസാമിക്ക് ഇപ്പോഴും ഓക്കെ ആയിട്ടുണ്ട്. പക്ഷെ ആരോഗ്യങ്ങൾ വന്നിട്ടുള്ള ഓണായിട്ടില്ല. എല്ലാവർക്കും എനർജി ആകാൻ വേണ്ടി ഓരോ കരിമ്പ് ജ്യൂസ് പറഞ്ഞ് അപ്പുറത്ത് പൂജ നടക്കുന്നതുകൊണ്ട് ഇവർക്ക് റെസ്റ്റാണ്. മലായി അന്നപൂർണ്ണ വരുമ്പോൾ ഞങ്ങൾ ഇടക്കൊന്ന് ഹോസ്റ്റലിലേക്ക് തിരിച്ചു കയറിയായിരുന്നു. കുണ്ണുവിന് വയറ്റിലൊരു ചെറിയ വിമഷ്ടം വന്ന കാരണം ഞങ്ങൾ എല്ലാവരും കൂടി തിരിച്ച് ഒന്ന് റൂമിലേക്ക് വന്ന് ചെറുതായിട്ട് റെസ്റ്റ് എടുത്ത് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 9 മണിയായി. തിരിച്ചിറങ്ങിയപ്പോൾ രാഹുൽ സ്വാമി അവിടെ കിടന്നു. ചെറിയ പനി പോലെയായിരുന്നു. എല്ലാവരും സിക്കായി. പിന്നെ ഇന്ന് മഹാശിവരാത്രി ആയതുകൊണ്ട് ഞങ്ങൾ സിക്കുണ്ടെങ്കിലും ഇറങ്ങി അങ്ങോട്ട്. അങ്ങനെ ആദ്യത്തെ സ്ഥലത്തുനിന്ന് ബാങ്ക് തൂക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് അലം മാത്രമേ മേടിച്ചുള്ളൂ. വിജയ്ക്ക് പേടി. ആദ്യത്തെ ബാങ്ക് വെച്ച് അടിച്ച് ബാഡ് കിട്ടിയതുകൊണ്ട് എന്തായാലും വിജയനെ കുടിപ്പിക്കുന്നതാ. രാവിലെ കുറച്ച് കഴിയുമ്പോൾ രാവിലെ കുടിപ്പിക്കും. ചുമ്മാ മാർക്കറ്റിൽ നിന്ന് കെട്ടിലേക്കൊക്കെ ഇറങ്ങി. പിന്നെ കെട്ടില് വലിയ ഓണമൊന്നുമില്ല, ചെറിയ രീതിയിലുള്ള പരിപാടികളേ ഉള്ളു. അതുകൂടെ കാട്ടുന്ന പരിപാടികൾ ഓൺ നമ്മുടെ മെയിൻ റോഡിൽ തന്നെ ഒരേ പുള്ളിയോട് പുള്ളി എല്ലാവരും ബാങ്കൊക്കെ അടിച്ച് വെറുതെ പറന്നിരിക്കണേ. ഞാൻ സൈഡിൽ പറക്കാൻ നോക്കി, പക്ഷേ നടപടി ആവള്ള എങ്കിലും നമ്മ പറക്കും. കുറച്ച് കൂടി കഴിയട്ടെ. Go be
അങ്ങനെ മഹാശിവരാത്രിയുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ഹോസ്റ്റലിലെത്തി. കുണുസ്വാമിയുടെ കിടപ്പുണ്ട്. കുണുസ്വാമിനെ നാളെ മണികർണിയെ കൊണ്ട് കത്തിച്ചിട്ട് കുളത്തില ഞങ്ങൾ കൊണ്ടുപോണത്. രാഹുലിനും ഇപ്പൊ പനിയായിട്ടുണ്ട്. ഓരോരുത്തർക്കാണ് പണി കിട്ടുന്നത്. പക്ഷെ കുണുസ്വാമിക്ക് അത്ര TV ഉണ്ട്. അപ്പൊ എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളുടെ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അഭിപ്രായം കമന്റ് ആയിട്ട് ഇടുക. അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ, പീസ് ഔട്ട്.